ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു BJT സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ സെറ്റപ്പ് ചെയ്യുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നാം ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ എമിറ്റർ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ആദ്യം എന്താണ് ആംപ്ലിഫയർ എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നാം കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് റിസൾട്ട് തരുന്ന ഒരു സർക്യൂട്ടാണ് ആംപ്ലിഫയർ സർക്യൂട്ട്. ട്രാൻസിസ്റ്ററിൻ്റെ രണ്ട് പ്രത്യേകതകളായ സ്വിച്ചിങ് അതുപോലെ ആംപ്ലിഫയിങ്. അതിൽ ആംപ്ലിഫയിങ് എന്ന പ്രത്യേകത ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് ആംപ്ലിഫയർ. അപ്പോൾ വീക്കറായ സിഗ്നൽസൊക്കെ ലാർജർ സിഗ്നലായിട്ട് നമുക്ക് ലഭിക്കാൻ ഇത്തരം സർക്യൂട്ടുകൾ ഉപകാരപ്പെടുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള കമ്പോണൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ BC107, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ ഉണ്ട്, DC ബയസിങ് സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫങ്ഷൻ ജനറേറ്റർ ഉണ്ട്, നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസിയിൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസിസ്റ്റർ, സർക്യൂട്ട് പറഞ്ഞ പ്രകാരം ആവശ്യമായ റെസിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ, ബ്രെഡ് ബോർഡ് ആൻഡ് കണക്റ്റിംഗ് വയേഴ്സ്. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിലുപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഇമേജാണ്. അതിൻ്റെ ഓരോ ലീഡ്സും കളക്ടർ, ബേസ് എമിറ്റർ എങ്ങനെയുണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മോഡൽ ഗ്രാഫാണ്. നാം കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ലഭിക്കുന്ന ഔട്ട്പുട്ട് അതിനെ അടിസ്ഥാനമാക്കി വരയ്ക്കുന്ന, അഥവാ ഫ്രീക്വൻസി എന്നത് X ആക്സിലും ഗെയിന് എന്നത് Y ആക്സിലും. ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ അത് വെച്ച് വരയ്ക്കുന്ന ഒരു മോഡൽ ഗ്രാഫ്, റീഡിങ്സ് എടുക്കാൻ പറ്റിയ കോളമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നമ്മുടെ സർക്യൂട്ടിൽ ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, BC107. അപ്പോൾ ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ഭാഗം വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് ആണ്. നാം കൊടുത്തിരിക്കുന്ന വോൾട്ടേജിനെ ആവശ്യമായ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഭാഗങ്ങളിലേക്ക്, അഥവാ ബേസ് എമിറ്റർ, കളക്ടർ, ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ്. അപ്പോൾ ഇവിടെ കറണ്ട് ഗെയിൻ അഥവാ ബീറ്റ എന്നുള്ള ടേം, അതുപോലെ ടെമ്പറേച്ചർ, ഇവയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിൻ്റെ പ്രത്യേകത കൊണ്ട് ഇൻപുട്ടിന് അനുയോജ്യമായ, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഓപ്പറേറ്റിംഗ് റീജിയനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ ആക്റ്റീവ് റീജിയൻ്റെ മിഡിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് DC കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ആക്റ്റീവ് റീജിയനിൽ, അതിൻ്റെ ഏറ്റവും സെൻട്രലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയ സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്.
അപ്പോൾ ആ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനാണ് R1 എന്നുള്ള റെസിസ്റ്റർ, R2, അതിന് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. അതുപോലെ RC, അത് കളക്ടർ റെസിസ്റ്ററാണ്. അതുപോലെ RE എമിറ്റർ റെസിസ്റ്റർ. ഈ രീതിയിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ ഭാഗം സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റായിട്ട് ഇവിടെ രണ്ട് CC1 CC2 രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിനെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ DC കണ്ടീഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നാം കൊടുക്കേണ്ട ഇൻപുട്ട് ഇവിടെ AC ഇൻപുട്ടാണ്. അപ്പോൾ AC ഇൻപുട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻപുട്ടിൻ്റെ കൂടെ എന്തെങ്കിലും DC കണ്ടൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഈ ഭാഗം, ഈ കറക്റ്റ് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ആ കണ്ടീഷന് തെറ്റാൻ സാധ്യതയുണ്ട്. ആക്റ്റീവ് റീജിയൻ്റെ മിഡിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചത്. ആ ഭാഗം ചെറിയ വേരിയേഷൻസ് വരുന്നത് കൊണ്ട് ഔട്ട്പുട്ടിനെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ CC1 എന്നുള്ള ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ചത്. ഇങ്ങനെ വരുമ്പോൾ അവിടെയുള്ള DC കണ്ടൻസിനെ അത് ബ്ലോക്ക് ചെയ്യുന്നു. നാം കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനെ മാത്രം, അഥവാ AC സിഗ്നലിൽ മാത്രമേ പിന്നെ അവിടെ ആദ്യമുള്ള DCൻ്റെ കൂടെ കടത്തിവിടുകയുള്ളൂ. അപ്പോൾ കണ്ടീഷൻസ് തെറ്റില്ല. അതുപോലെ ഇവിടെ CC2 ഉപയോഗിച്ചിരിക്കുന്നത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൽ എന്തെങ്കിലും DC കണ്ടൻസ് ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്യുവറായിട്ട് AC സിഗ്നൽ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇനി ഇതൊരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആകുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ടാണ് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് പോവുക. ആ സമയത്തും അവിടുത്തെ DC കണ്ടൻസിനെ തടയാൻ വേണ്ടിയിട്ട് ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു സർക്യൂട്ടിൽ രണ്ട് തരം കറണ്ടുകൾ ഉണ്ടാവും. AC കറണ്ട് ഉണ്ടാവും, DC കറണ്ട് ഉണ്ടാവും. ആ DC കറണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ആക്റ്റീവ് റീജിയനിൽ അതിൻ്റെ മിഡിൽ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ആദ്യം ആ ബയാസിംഗ് സർക്യൂട്ട് സെറ്റ് ചെയ്തത്. അതിനുശേഷം നാം കൊടുക്കുന്ന ഇൻപുട്ട് അത് ബേസിലെത്തുന്നു. അതുപ്രകാരം നാം കൊടുക്കുന്ന ബേസ് കറണ്ടിന് അനുസൃതമായിട്ട് ഒരു വലിയ കളക്ടർ കറണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപ്രകാരം നാം കൊടുക്കുന്ന ഇൻപുട്ട് വലിയൊരു സിഗ്നലായിട്ട്, സ്ട്രെങ്ത് കൂടിയ സിഗ്നലായിട്ട് കളക്ടറിൽ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നു. അതുപോലെ ഇവിടെ ഒരു CE എന്ന പേരിലൊരു കപ്പാസിറ്റർ ഉണ്ട്. അതിനെ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നാണ് പറയുക. കാരണം നാം കൊടുക്കുന്ന AC സിഗ്നൽ അത് ഫ്ലക്ച്വേഷൻസ് ഉള്ളതാണല്ലോ, അത് വേരി ചെയ്യുന്ന സിഗ്നൽ ആയതുകൊണ്ട് തന്നെ കളക്ടറിൽ വരുന്ന ചെറിയൊരു ചേഞ്ച് അത് ഇവിടെയുള്ള എമിറ്ററിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എമിറ്ററിന് അക്രോസ് ഡ്രോപ്പ് കൂടി കഴിഞ്ഞാൽ ഈ ഭാഗം ഫോർവേഡ് ബയാസ് ആണ്. ആ എമിറ്റർ എന്നുള്ളത് NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് അത് N ടൈപ്പാണ്. അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുമ്പോൾ ആ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനെ അത് കുറക്കാനും അത് പ്രകാരം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കറണ്ടിനെ, അതിൻ്റെ ഫ്ലോയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുപ്രകാരം ബേസ് കറണ്ട് കുറയുകയും ലോഡിന് അക്രോസ് അഥവാ റെസിസ്റ്ററിന് അക്രോസ് ഇവിടെ ലഭിക്കുന്ന, കളക്ടറിന് അക്രോസ് ലഭിക്കുന്ന വോൾട്ടേജ് അത് കുറയുകയും ഔട്ട്പുട്ടിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് AC കണ്ടൻസിനെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഈ റെസിസ്റ്ററിന് അക്രോസ് നൽകാതെ ഇതിലെ DC കണ്ടൻസ് മാത്രം കടത്തിവിട്ട് ഇതിലെ AC കണ്ടൻസ് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന CE.
അപ്പോൾ ചുരുക്കത്തിൽ നാം കൊടുക്കുന്ന സിഗ്നൽ അത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത രൂപത്തിൽ കളക്ടറിന് അക്രോസ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ കഴിയുന്നു. അതാണ് ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. നമ്മുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇനിയും കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിംഗിൾ സ്റ്റേജിനെ മൾട്ടി സ്റ്റേജ് ആക്കിയിട്ട് ഒന്നിലധികം ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് മൾട്ടി സ്റ്റേജ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു മോഡൽ ഗ്രാഫാണ്. ഗെയിന് വേഴ്സസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ സമയത്ത് ഗെയിൻ എന്ന് പറയുന്നത് നാം കൊടുക്കുന്ന ഇൻപുട്ടുണ്ട്, അതും നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ്, അഥവാ വി ഔട്ട് ബൈ വി ഇൻ ആണ്. അപ്പോൾ ഗെയിന് ഡി ബി എന്നൊരു യൂണിറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, 20 log വി ഔട്ട് ബൈ വി ഇൻ ആണ്. ആ ഡി ബിയിലാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ അതുപോലെ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലൊക്കെ നമ്മുടെ ഗെയിന് ഡിക്രീസ് ചെയ്ത രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. മിഡ് ഫ്രീക്വൻസി റേഞ്ചിലാണ് നമുക്ക് ഗെയിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സമയത്താണ് കൂടുതൽ ഗെയിന് ലഭിക്കുന്നത്. അപ്പോൾ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ നിന്ന് മിഡ് ഫ്രീക്വൻസി റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതിനെ ലോ ഫ്രീക്വൻസി എന്നും. അതുപോലെ ആ മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലേക്ക് കുറഞ്ഞിരുന്ന സമയത്തും അതിനെ ഹൈ ഫ്രീക്വൻസി FH എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന് രണ്ടിനിടയിലുള്ള റീജിയനാണ് ആ ട്രാൻസിസ്റ്ററിൻ്റെ ബാൻഡ് വിഡ്ത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ലോ ഫ്രീക്വൻസി റേഞ്ചിലും ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും നാം കൊടുക്കുന്ന ഇൻപുട്ടിന് അനുയോജ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നത്. കാരണം അവിടെയൊക്കെ ഗെയിന് കുറവാണ്. ഗെയിന് കുറയാൻ കാരണം ഔട്ട്പുട്ടിലുള്ള വേരിയേഷനാണ് കുറവാണ് അവിടെ ഗെയിൻ കുറക്കാൻ കാരണം. ഉദാഹരണമായിട്ട് നാം ഇൻപുട്ട് വോൾട്ടേജ് 6 വോൾട്ടിലേക്ക് സെറ്റ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി ഒരു 300 ഹെർട്സ് ഫ്രീക്വൻസി കുറച്ചാണല്ലോ ആദ്യം കൊടുക്കുക. അപ്പോൾ 300 ഹെർട്സിൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്തു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 4.2 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. VO എന്നുള്ളത് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് 4.2 വോൾട്ടാണ്. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് 6 വോൾട്ടാണ്. നാം കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന് അനുയോജ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിച്ചിട്ടില്ല, അവിടെ കുറവാണ്. അതുകൊണ്ട് ഗെയിന് എന്ന് പറയുന്നത് 20 log VO ബൈ VIN ആയതുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 28 എന്നുള്ള റേഞ്ചിലേക്കാണ് അത് ലഭിക്കുക. ഇനി ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു 1K റേഞ്ചിലൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ഗെയിന് ഏകദേശം മിഡ് ഫ്രീക്വൻസി റേഞ്ചിലേക്ക് മാറുന്നത്. അതിനുശേഷം ഹൈ ഫ്രീക്വൻസി കൊടുക്കുന്ന സമയത്തും നമ്മുടെ ഗെയിന് വീണ്ടും കുറഞ്ഞു വരികയാണ്. അതാണ് ഗ്രാഫിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ മിഡ് ഫ്രീക്വൻസി റേഞ്ചാണ് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത്. ആ ഭാഗത്തുള്ള സിഗ്നൽസാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്താണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന് അനുയോജ്യമായിട്ടുള്ള ഔട്ട്പുട്ടും അതുപോലെ ഗെയിനൊക്കെ നമുക്ക് ലഭിക്കുന്നത്.